ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ഒറ്റയ്ക്കല്ല, ഇന്ന് ഞാനും സാനയും കൂടി ഉണ്ട്. അപ്പൊ ഇന്ന് അമ്മ ഒരു സാധനം മേടിക്കാൻ പോയി കണ്ട. ഞാൻ ഇന്ന് ഒരുങ്ങി നിൽക്കുമായിരുന്നു. അപ്പോഴാണ് അമ്മ ഒരു സാധനം കൊണ്ടുവന്നു. അപ്പൊ അത് നിങ്ങളെയും കൂടി കാണിക്കാന്ന് വിചാരിച്ചു. അതിന് തന്നെ ഇന്ന് പോയിട്ട് വന്നപ്പോ സാർക്ക് മാല, പേന, പെൻസിൽ, വള, പിന്നെ ഒരു റായും കൂടി രണ്ടെണ്ണം വളയുണ്ട്. അപ്പോ ഞാൻ ഇന്ന് ഇതൊന്നും കാണിക്കാനല്ല, ഒരു ഐറ്റം കാണിക്കാനാണ് വേണ്ടി കാണിച്ചു തരാം. അപ്പൊ ആ ഒരു ഐറ്റം ആണ് ഇത്. ഇപ്പോ അമ്മ പോയിട്ട് വന്നപ്പോ ഒരു ഐറ്റം കൊണ്ടു. നമ്മുടെ ഡാസ്ലറിന്റെ ഒരു ലിപ്സ്റ്റിക് ആണ്, ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ്. ഷെയ്ഡ് കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. DL830 years before അങ്ങനെ തന്നെ കൊടുത്തിട്ടുള്ളൂ. സോ ഡാസ്ലറിന്റെ ആണ് നമ്മൾ മേടിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചിരുന്ന ഇത് ഇട്ട് വെക്കാം. അന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ഒരുങ്ങിയിരിക്കുകയാണ് റീൽസ് എടുക്കാൻ വേണ്ടി. ലിപ്സ്റ്റിക് ഇടാൻ പോയപ്പോഴാണ് നമ്മൾ കണ്ടെന്ന്. സോ ഇതിട്ട് വെക്കാം. ഞാൻ ചുണ്ടത്ത് ഇപ്പൊ ഒന്നും ഇട്ടിട്ടില്ല. എന്നൊക്കെ ഇട്ട് വെക്കാം. ലിപ് ബാം ഒന്നും ഇട്ടില്ല. ലിപ് ബാം ഇടേണ്ടയാണോ ഇത് ഇടാത്തയാണോ എന്നൊക്കെ നോക്കാം. കേട്ടോ, ഇതാണ് ഷീറ്റ്. ഞാൻ വളരെ കുറച്ചായിട്ടാണ്. അപ്പൊ ഗൈസ്, ഇതാണ് ഷെയ്ഡ്. നല്ല അടിപൊളി ഷെയ്ഡാണ്, എനിക്കിഷ്ടമായി. കാരണം എൻ്റെ ലിപ്സിന് പറ്റിയൊരു ഷെയ്ഡ് തന്നെയാണ്. ഇത് നല്ല ഓയിലി ആയിട്ടുള്ളൊരു ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. ആൻഡ് ഐ ലൈക്ക് ഇറ്റ് ദിസ് ഷെയ്ഡ്. നമുക്ക് ഒട്ടും ഡ്രൈ ആയിട്ട് വെക്കല്ലോ. ലിപ് ബാം ഞാൻ ലിപ് ബാം ഇട്ടിട്ടില്ല, അതിന് മണ്ടയിലാണ് ഇട്ടാണ്. ഞാൻ ലിപ് ബാം ഇടാതെ ഡ്രൈ ആയിട്ടുള്ള എൻ്റെ ലിപ്സിൽ ഇത് മാത്രമായിട്ടാണ് ഞാൻ ഇട്ടത്. പക്ഷെ ഇത് എൻ്റെ നെയിൽ പോളിഷ് ഇത് നല്ല സെയിം കളറാണ്. ഇത് മാത്രമായിട്ടാണ് ചുണ്ടിലിട്ടത്. അപ്പം അടിപൊളിയായിട്ട് നല്ല എന്താ പറയണ്ടത്, നല്ല ഒരു ഓയിലി ആയിട്ട് തന്നെ എന്നൊരു ഡ്രൈ അല്ലാണ്ട് അടിപൊളിയായിട്ട് ഇരിക്കുന്നത് നല്ലൊരു ഷെയ്ഡാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. ഇനി നമുക്ക് റീൽസ് എടുക്കാൻ പോകാം. ബൈ.